Good morning, guys. അപ്പോൾ നമ്മുടെ ക്രാബിലെ ഫസ്റ്റ് മോർണിംഗ് വെള്ളം മേടിത്തിട്ടില്ല അല്ലേ ഇങ്ങോട്ടേക്ക്? അത് അവിടെ വെച്ച് നമുക്ക് വേറെ വാങ്ങാം. ഇത് 7-Eleven തീർന്നു നോക്കോ. അപ്പൊ നമ്മള് വെള്ളം വാങ്ങിട്ട് വരാം. ഡ്രിങ്കിങ് വാട്ടർ ഖതം ഹോ ഗയാ. അപ്പോ നമ്മളെ ഇന്ന് ഓൾറെഡി ഉള്ള പ്ലാൻ ഒരു ഇവിടെ ഹെവി മഴയാണ് ഇപ്പൊ. മഴയും കുറച്ച് കറണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ട് അല്ലേ, ഹെവി കറണ്ട്, വാട്ടർ കറണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് കടലിലേക്കുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല എന്നാണ്. അപ്പൊ നമ്മള് ചെറുതായിട്ട് പ്ലാൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, നിങ്ങൾ പറയാനോ? ആക്ച്വലി നമ്മള് എടി ചതിച്ചടി ജാങ്കോ, നെക്സ്റ്റ് ജാങ്കോ, ജാങ്കോ ഗൈസ്. ഹലോ ഗൈസ്, പറഞ്ഞാലോ? ഇന്ന് നമ്മൾക്ക് ആക്ച്വലി ഒരു ഫെറി യാത്രയാണ് പ്ലാനിങ്ങിൽ ഉണ്ടായത്. നമ്മളെ പ്ലാനിങ് അതായിരുന്നു, പക്ഷെ ആ ഡ്രസ് നോക്കി ഗൈസ്. അയ്യോ ഡ്രസ് അപ്പം ഇവിടെ ഇപ്പം ഭയങ്കര മഴയും ഉണ്ട്, കാറ്റും ഉണ്ട്. അപ്പം ഇന്ന് ഫെറി യാത്ര മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും. ഇവിടെ കുറെ ആളെ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ ഹോട്ടലിലും ഉണ്ടായിനി. മൊത്തത്തില് എല്ലാ പ്ലാനും ഐലൻഡ് വിസിറ്റ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അതൊക്കെ എല്ലാവരും മുടങ്ങി. നാളെ അവസ്ഥ അറിയില്ല. ഇന്നിപ്പോ ഏതായാലും മഴ നമ്മളെ ക്യാൻസൽ ആക്കി. അപ്പൊ നമ്മളെ നെക്സ്റ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തന്നെ കണ്ടെത്താൻ പോകും. നമുക്ക് വെറുതെ ഒന്നും അങ്ങോട്ട്. അത് വേറൊരു പെണ്ണുങ്ങളാണെന്ന് പറയുന്ന കേട്ടോ, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് എന്ന്. എനിക്ക് താല്പര്യമുണ്ട്. ഇല്ല, അതും പറ്റാന്നല്ലേ പറഞ്ഞത്. പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ പിന്നെ ആനോക്, AONAG അങ്ങനെ തോന്നല്ലേ സ്പെല്ലിങ്? തോന്നുന്നു. കടലിന്റെ ഒരു ശക്തി നോക്കിയട്ടെ. നല്ല കാറ്റാണ്, നല്ല പക്ഷേ ഈ കടലിന് പച്ച കളറൊന്നും ഇല്ല ഗൈസ്. പക്ഷേ അത് നോക്കി, ആ കടലിന്റെ അങ്ങ് അപ്പുറത്തെ ഭാഗത്തെ വെള്ളത്തിന്റെ കളറും ഇപ്പുറമുള്ള കളറും ഡിഫറെന്റ്. ആദ്യം ഇത് വെള്ളത്തിന്റെ കട്ടി കുറയുന്നോണ്ടുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ബീച്ചിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ടാഗിയും വിധിയും ഇപ്പൊ ബീച്ചിലേക്ക് ഇറങ്ങുന്നു. ഫോട്ടോഷൂട്ട് നടത്തിയാണ് ഗൈസ്. അച്ഛൻ്റെയും മോൻ്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി അമ്മ പെടാപ്പാടോടെയാണ്. കാണുന്നത് എന്താ അതെന്താ ഫ്രൂട്ടാടാ? എന്താ ഫ്രൂട്ട്? അതെന്താ ഫ്രൂട്ട്? എന്താ ചെടികളല്ലേ, മരല്ലേ? ഒരു കണ്ണാടി എടുത്ത് കണ്ണാണെന്നില്ല പറഞ്ഞു. ഫോട്ടോഷൂട്ട് ഭാരത. അല്ലല്ല, എനിക്ക് വീട് തന്നെ എടുക്കണം. ഞാൻ എടുക്കുന്നില്ല, ഞാൻ വീഡിയോ. അതല്ല, വാ വാ താമര പെണ്ണേ നീ പൂങ്കരളല്ലേ. എടാ മണ്ടാ, എന്താ വരണ്ടേ മുഖത്ത്? ഗിവ് ഇറ്റ് ടു മീ. എടാ ആകിക്കുട്ട, എടാ കുഞ്ഞിക്കുട്ട, ആകി ഇങ്ങോട്ട് നോക്കിയേ.
വീഡിയോ ഓക്കെ, നമ്മളിപ്പോ ഒരു ബീച്ചിന്റെ ബീച്ച് നമുക്ക് വിടുന്നില്ല എൻ്റെ ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം. എക്സ്ക്യൂസ് മീ, ഒരു മുടി റെഡ് ലോക്കിങ് ഒറ്റ 100 ബാത്ത്, ഒറ്റ സിംഗിളിന് 100 ബാത്ത്. പക്ഷെ കൂടുതൽ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് വരും. കണക്കായിട്ട് ഡിസ്കൗണ്ട് എത്ര ഉണ്ട് അതിനനുസരിച്ച് പറയും. പിന്നെ വിത്ത് കല്ല് ഒറ്റപ്പിക്കലേ വേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങിയാൽ കൊള്ളാം. ഇവിടെ റെസ്റ്റോ ബാർ എല്ലാ റെസ്റ്റോറൻറ്റും അങ്ങനെ തന്നെ. സാധാ ഒരു റെസ്റ്റോറൻറ്റ് ഇല്ല, എല്ലാ റെസ്റ്റോ ബാറും നമ്മളെ നാട്ടിൽ ഒരു റെസ്റ്റോ ബാറൊക്കെ ഇത് ഇവളുടെ മാത്രം അഭിപ്രായമാണ് ഗൈസ്. പിന്നെ ഡെവലപ്മെന്റ് അല്ല, നമ്മുടെ അഭിപ്രായം തന്നെ. ഫുഡേക്ക് നേരെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒച്ചയിലെ പോയി ഫുഡ് കഴിക്കാൻ വീഡിയോ എടുക്കാം. അന്നേരം ഓർമ്മ ഉണ്ടാവുന്നറിയില്ല, ഇന്നലൊന്നും ഓർമ്മ ഉണ്ടായില്ല. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നേരെ വണ്ണം വീഡിയോ എടുത്തിട്ടില്ല അല്ലേ? ഇതന്നെ ബോട്ട് പോകുന്നുണ്ടല്ലേ. ഇതൊക്കെ ഒരു ട്രഡീഷണൽ തായ് മസാജ് നടക്കുന്ന സ്ഥലമാണ്. ഒരു ഫുഡ് മസാജ് മാത്രം പറയുന്നത്. ബാർബർ ഷോപ്പ് അല്ല, മുടി എന്താ പറയല്, സലൂൺ അങ്ങനെയല്ല, മുടി ഇങ്ങനെ തുന്നി വെക്കുന്നതിന്. അതാ ഇത്രയും നേരം സൺലൈറ്റ് ഇല്ലായിരുന്നു, ഇപ്പൊ നല്ല സൺലൈറ്റ് ഒക്കെ വന്നു. ഇനി ഫോട്ടോ എടുത്താലും പൊളിക്കും. രാവിലെ നല്ല മൂടിയായിരുന്നു. ക്ഷീണിച്ചു. സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പം. സ്പീഡ് ബോട്ട് നേരത്തെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, അത് ദൂരെ അങ്ങനെ ഉണ്ട്. ഇതിപ്പം ഈ സൈഡിലോട്ട് തന്നെ ഉണ്ടായി. ഫുള്ള് ഹോട്ടൽ, ഓൺലി ഹോട്ടൽ. എല്ലാരും പേർക്ക് നമ്മൾ ഈ തായ്ലൻഡിൽ വന്നിട്ട് വേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രമേ ഇല്ല കേട്ടോ, നമ്മൾ തായ്ലൻഡ് ട്രൈ ചെയ്യും. പക്ഷെ ഇപ്പം നമ്മൾ കഴിക്കുന്നത്, പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല കഴിക്കാൻ. ഇവരല്ല, ഇവള്. ഞാൻ മാത്രമൊന്നും അല്ല, അങ്ങനെ പറയല്ലേ. ഞാനും വാങ്ങി ബിരിയാണി. ഒരുത്തി ഇവിടെ എന്റെ കഴിഞ്ഞ വ്ളോഗിൽ ഡാഡീസ് ലൈഫാണ്, ഇതില് മമ്മീസ് ലൈഫ്. യെസ്. ഇന്ത്യൻ, പ്യൂർ ഇന്ത്യൻ, നമ്മളെ സ്റ്റൈലല്ല, ഹൈദരാബാദി. അത് ഇതാണോ മീഡിയം എരിവ്? ഹൈദരാബാദ് പൊതുവെ നല്ല സ്പൈസി, നല്ല എരിവുണ്ട് കഴിച്ചു. ഞാൻ എരിവ് പ്രിഫർ ചെയ്യുന്ന ഒരാളെ അല്ല. നല്ല മധുരം വേണം, പാല്. എല്ലാരും ബിസി വിത്ത് ഫുഡടിയാണ്. കണ്ടവര് ഇപ്പൊ ഒരു സ്നേഹമുള്ള ഭർത്താവിനെ കാണാം. ഓ വാ, എൻ്റെ അമ്മേ, ഒരുപാട് സാക്രിഫൈസ് ചെയ്ത ജീവിതം. ഇത് ഷോർട്ട് മാത്രം.